ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്തമായ നടത്തിപ്പിൽ ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഒരു വർഷം ലഭിക്കുന്ന ചികിത്സാ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. സംസ്ഥാനത്ത് 75 ലക്ഷത്തോളം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ വഴി സൗജന്യ ചികിത്സ ലഭിക്കുന്നവരുണ്ട്. ഘട്ടം ഘട്ടമായി ഈ സൗജന്യ ചികിത്സ ലഭിക്കുന്നവരുടെ എണ്ണം കൂടുവാൻ പോകുന്നതിൻ്റെയും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പായി എല്ലാവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതി അറിയിപ്പുകളുടെയും ഏറ്റവും പുതിയ ഇൻഫർമേഷൻസുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയായ കാരുണ്യ ഇൻഷുറൻസുമായി സംയോജിപ്പിച്ചാണ് സംസ്ഥാനത്ത് ആയുഷ്മാൻ ഭാരത് സൗജന്യ ചികിത്സാ പദ്ധതിയും നടപ്പിലാക്കുന്നത്. വർഷത്തിൽ 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഒരു കുടുംബത്തിലെ ഒരാൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിലെ കൂടുതൽ അംഗങ്ങൾക്കോ ഒരു വർഷം ഈ പദ്ധതിയിലൂടെ ലഭ്യമാവുന്നത്. ആശുപത്രിയിൽ എത്തിച്ചേരുന്നതിന് 3 ദിവസം മുമ്പും അതുപോലെ ആശുപത്രി വാസനത്തിന് ശേഷം 15 ദിവസം വരെയും ഈ പദ്ധതി വഴിയുള്ള സൗജന്യ ചികിത്സ കുടുംബങ്ങൾക്ക് നേടുന്നതിന് സാധിക്കും. നേരത്തെ സംസ്ഥാനത്തുണ്ടായിരുന്ന ക്യാസ്പിന്റെ അല്ലെങ്കിൽ RSBYയുടെയൊക്കെ സീലുണ്ടായിരുന്ന റേഷൻ കാർഡിലെ അംഗങ്ങളും രാജ്യത്ത് അവസാനം നടന്ന 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെ ലെറ്റർ ലഭിച്ച കുടുംബങ്ങളൊക്കെ ഈ ആനുകൂല്യ പദ്ധതിയിൽ പെടുന്നവരാണ്. 2011 സാമൂഹിക സാമ്പത്തിക സർവേയുടെ അടിസ്ഥാനത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങൾക്ക് അവർ ആയുഷ്മാൻ ഭാരത് പരിധിയിൽ ഉൾപ്പെടുന്നു എന്നറിയിച്ചുള്ള പ്രധാനമന്ത്രിയുടെ കത്ത് അയച്ചിരുന്നു. ഇങ്ങനെയുള്ളവർക്കും നേരത്തെയുണ്ടായിരുന്ന ക്യാസ്പ്, RSBY തുടങ്ങിയ സ്കീമിൽ ഉണ്ടായിരുന്നവർക്കുമെല്ലാം ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് കാർഡുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുവാൻ സാധിക്കും. എന്നാൽ പുതിയതായി ആയുഷ്മാൻ ഭാരത് സൗജന്യ ചികിത്സ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുവാൻ സാധിക്കുമോ എന്നാണ് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 വർഷം മുതൽ കൂടുതൽ പേരിലേക്ക് ആയുഷ്മാൻ ഭാരത് സൗജന്യ ഇൻഷുറൻസ് പദ്ധതി ആനുകൂല്യം എത്തിച്ചേരുവാൻ പോവുകയാണ്. 2024 കേന്ദ്ര ബജറ്റിൽ തന്നെ ആയുഷ്മാൻ ഭാരത് സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയിൽ രാജ്യത്തെ ആശാ വർക്കർമാരെയും അംഗനവാടി വർക്കർമാരെയെല്ലാം ഉൾപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ കാലത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്ക് 60 വയസ്സ് കഴിഞ്ഞവരെയെല്ലാം ഉൾപ്പെടുത്തുമെന്ന ഒരു വാഗ്ദാനം വന്നിരിക്കുകയാണ്. അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിനെയും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തും. സർക്കാർ ജോലിയും സർക്കാർ പെൻഷനുമൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ മുതിർന്ന പൗരന്മാരെയാകും ആയുഷ്മാൻ ഭാരതിൽ ഉൾപ്പെടുത്തുക. പ്രായമായ സാധാരണക്കാരായവരുടെ ചികിത്സാ ആവശ്യങ്ങൾക്ക് ഇതൊരു ആശ്വാസമായി തീരും. നിലവിൽ കേന്ദ്രം ഭരിക്കുന്ന NDA ഗവൺമെന്റിന്റെ ലോക്സഭാ ഇലക്ഷൻ പ്രകടന പത്രികയിലാണ് മുതിർന്ന പൗരന്മാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുമെന്ന വാഗ്ദാനം ഉള്ളത്. അതേസമയം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ 25 ലക്ഷം രൂപ വരെ ആനുകൂല്യം ഒരു കുടുംബത്തിന് ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് ആണ്. അതിനാൽ തന്നെ പുതിയൊരു കേന്ദ്ര സർക്കാർ കേന്ദ്രത്തിൽ 2024 ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ കൂടുതൽ പേരിലേക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ആനുകൂല്യം എത്തിച്ചേരുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇക്കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കുക. സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.